ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ മസാല ദോശ. അതിന് വേണ്ടത് പനീർ ക്യൂബ്സ് ആണ്. പനീർ ക്യൂബ്സ് നമ്മൾ നല്ലപോലെ കഴുകിയെടുക്കുക ഗായ്സ്. അതിനുശേഷം അത് സ്ലൈസ് ചെയ്യുക. മാക്സിമം അത് ചെറുതാക്കി സ്ലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതങ്ങനെ പതുക്കെ നമ്മൾ സ്ക്രബ്ബർ വെച്ച് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കുക. അവസാനം ഈ ഒരു രീതിയിൽ അത് എത്തുന്നവരെ സ്ലൈസ് ചെയ്തെടുക്കുക ഗായ്സ്. അതിനുശേഷം നമ്മളൊരു പാൻ എടുക്കുക. അതിലോട്ട് പാൻ ചൂടായതിനു ശേഷം ബട്ടർ നമ്മൾ ആഡ് ചെയ്യുക. ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ബട്ടർ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നമ്മൾ അത് ഫുള്ള് തടവി കൊടുക്കുക. അപ്പോൾ ബട്ടർ ഉരുകും. അങ്ങനെ ബട്ടർ മെൽറ്റായി ഒരു മാക്സിമം രീതിയിൽ മെൽറ്റായതിന് ശേഷം നമ്മൾ ഉള്ളിയും മുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഉള്ളിയും മുളകും കൂടെ ആഡ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നല്ലപോലെ ഒന്ന് ഉള്ളി നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അത്രയും ഉള്ളി നല്ല രീതിയിൽ ഇളകുകയും കൂടെ വേണമല്ലോ. എന്നിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ ആഡ് ചെയ്തതിന് ശേഷം പിന്നെയും നമ്മൾ നല്ല രീതിയിലൊക്കെ ഇളക്കി കൊടുക്കുക. അത് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുക. അത് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെയും നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് ഇളക്കുക. അത് നല്ല രീതിയിൽ ഇളക്കണം ഗൈസ്, എന്നാലേ കുറച്ച് നല്ല രീതിയിലാകത്തുള്ളൂ. അതിനുശേഷം നമ്മുടെ നമ്മുടെ ബട്ടർ ആൾറെഡി നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞല്ലോ. പനീർ നമ്മൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. പനീർ ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് അത് മിക്സ് ചെയ്യുക ഗൈസ്. അത് ആ മസാല നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് നല്ല രീതിയിൽ അതിൽ പിടിക്കണം. അതായത് ഈ ഉള്ളിയും ഈ തക്കാളി എല്ലാം കൂടെ അതിൽ നല്ല രീതിയിൽ അതിൽ മിക്സ് ആവുന്ന രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം മിക്സ് ചെയ്യുക. അത് മിക്സ് ചെയ്യുന്നത് തന്നെ അത് ആദ്യമേ നമ്മൾ നല്ല രീതിയിൽ അത് മിക്സ് ചെയ്യണം. അല്ലെങ്കിൽ അതിന് കുറച്ച് ടേസ്റ്റ് കുറയും. അതുകൊണ്ട് ആദ്യം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ അതിന് ശേഷം നമ്മൾ കുറച്ച് മസാല ഇടുക, ഗരം മസാല ഇടുക. അതിനുശേഷം ഗരം മസാല ഇടുക. പിന്നെ അതിനുശേഷം കുറച്ച് മുളക് പൊടി, അതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ മുളക് പൊടി ആഡ് ചെയ്യുന്നത്. കുറച്ച് എരി നമുക്ക് മലയാളികൾക്ക് എന്തായാലും എരി വേണമല്ലോ. അതുകൊണ്ട് നമ്മൾ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. ഓക്കെ. അതിനുശേഷം പിന്നെ നമ്മൾ കുറച്ച് മല്ലിയില ആഡ് ചെയ്യുക. മല്ലിയില നല്ലൊരു ഇതാണല്ലോ, നമുക്ക് നല്ല സ്മെല്ല് വരാനും അതിലൊരു നല്ലൊരു ഫ്ലേവർ ഉണ്ടാവാനും മല്ലിയില എപ്പോഴും ബെസ്റ്റ് തന്നെയാണ്. അതിനുശേഷം നല്ല കല്ല് ചൂടാക്കുക. നന്നായിട്ട് കല്ല് ചൂടായതിന് ശേഷം നമ്മൾ ദോശ ചുടുക. ആ മാവെടുത്ത് കലക്കി വെച്ചിരിക്കുന്ന മാവെടുത്ത് ദോശയുടെ കല്ലിലങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ അത് സൂക്ഷിച്ച് പരത്തിയെടുക്കണം ഗൈസ്. ഇത് മസാല ദോശ പനീറാണ്. സോ അപ്പോൾ കുറച്ച് നല്ല വീതി വേണം ദോശയ്ക്ക്. അപ്പോൾ നല്ല രീതിയിൽ വിട്ടായിട്ട് നല്ല രീതിയിൽ അതങ്ങ് പരത്തി കൊടുത്തതിന് ശേഷം കുറച്ച് നമ്മൾ നെയ്യ് ആഡ് ചെയ്യുക. നെയ്യ് ആഡ് ചെയ്യുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ആ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പനീർ മസാല ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ദോശയിലോട്ട് ആഡ് ചെയ്യുക. ആ ദോശയിലോട്ട് ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ദോശ ഒന്ന് നല്ല രീതിയിൽ ചൂടായി നല്ല വേവണം. വെന്തതിന് ശേഷം നമ്മൾ അത് മസാല ദോശയെ പോലെ ഇങ്ങനെ പകുതി മറിച്ചിടുക. മറിച്ചിടുമ്പോൾ നമ്മുടെ പനീർ മസാല ദോശ റെഡി ഗൈസ്. ഇത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. അത് നമ്മളൊരു സ്ലൈസ് ആക്കാം. നമുക്കത് ഏത് രീതിയിൽ വേണം നമുക്ക് കഴിക്കാം. ഇത് കുറച്ച് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് പകുതിയാക്കിയിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്തെടുത്ത്. നല്ല ടേസ്റ്റ് ആയിരുന്നു ഗൈസ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അടുത്ത വ്ളോഗുമായിട്ട്